ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. കുറച്ച് ദിവസങ്ങളായിട്ടാണ് നമ്മളൊരു കിഴി എപ്പിസോഡ് ചെയ്തിട്ട്. ഒന്നാമത് കണ്ടിന്യൂസ് നമുക്കറിയാലോ, എമ്പുരാനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓരോ മണിക്കൂറിലാണ് ഓരോരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, കിഴി എപ്പിസോഡ് ചെയ്യാൻ നിന്നാല് എൻ്റെ ഊപ്പാട് കിഴി ഈ സമയത്ത് അത് വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല വീഡിയോസും മാറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്തായാലും ഇന്ന് നമുക്കൊരു കിഴി എപ്പിസോഡ് ചെയ്യാം, കൊണ്ടുവരാം. ഇതാണല്ലോ നമ്മുടെ മെയിൻ. അതെ, തുടങ്ങാം. തപ്പണ്ട. ഓക്കെ, മത്സരം, കടുത്ത മത്സരം. ഓക്കെ, എന്താണ് മത്സരത്തിന്റെ അജണ്ട? മലയാളം. കുറെ ദിവസമായല്ലോ ഏറ്റവും കൂടുതൽ മലയാളം കിട്ടുന്നവര്. ഓക്കെ, വിജയിക്കും. കറങ്ങിയില്ല, ഹെഡ് കറങ്ങൂല. എടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. മലയാളം ആയിരിക്കില്ല. സർദാർ 2 ഷൂട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാർത്തിക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിനിടയിൽ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഷൂട്ട് കുറച്ച് ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവർ പോയിട്ട് ചെയ്തു വെച്ചതിൻ്റെ ഡബ്ബിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും വീണ്ടും തുടങ്ങാൻ പോവാണ്. ഈ വീക്കിൽ ചെന്നൈയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഷൂട്ട് വീണ്ടും തുടങ്ങാൻ പോവാണ്. ഓക്കെ, അടുത്തത് മലയാളം പോന്നോട്ടെ. ഡിയർ സ്റ്റുഡൻസ്. ഇംഗ്ലീഷ് ഞാൻ വിളിച്ചു വരുത്തിയത്, എന്നിട്ട് നീ ഇംഗ്ലീഷിൽ നിന്ന് പറഞ്ഞ് കളിയാക്കുന്നു. സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ജോർജ് ഫിലിപ്പും സന്ദീപ് കുമാറുമാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നയൻതാരയാണ് ഹീറോയിനായിട്ട് എത്തുന്നത്. പോളി ജൂനിയർ ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ നിവിൻ പോളി ചെറിയൊരു കാമിയോ വേഷത്തിലാണ്. എക്സ്റ്റൻഡഡ് കാമിയാണ്, ചെറിയ കാമിയോ അല്ല, കുഞ്ഞു വേഷമല്ല, അത്യാവശ്യം ഉള്ളതാ. ഓക്കെ, അടുത്ത കിഴി നരിവേട്ട സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ക്യാരക്ടർ പോസ്റ്റേഴ്സ് 2 വന്നിട്ടുണ്ട്. ഒന്ന് സുരാജിന്റെയും ഒന്ന് ചേരന്റെയും. രണ്ടും പോലീസുകാർ തന്നെ. മുത്തങ്ങ വിഷയമാണോ അതിന്റെ മെയിൻ സബ്ജക്ട്. ഓക്കെ, അപ്പം ഒന്നേ അല്ലേ? മെയിലാട്ടോ ഈ സിനിമ വരുന്നത്. മെയ്. ആസിഫ് അലി ജിസ് ജോയി മൂവി. ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റിൽ ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. തലവന് ശേഷം ജിസ് ജോയി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. സിനിമേന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ 5ാമത്തെ പ്രൊഡക്ഷൻ. അടുത്ത കിഴി പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ മൂവി. സിനിമ ഇന്ന് തുടങ്ങും. അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് പിക്ക് വന്നിട്ടുണ്ട്. പ്രണവ് കിഡുലൊക്കെ വിടൂലല്ല നീ, എന്ത് പരിപാടിയാണ്? ഒന്ന് ഒഴിവാക്കി വിടടേ, ജീവിച്ചു പോട്ടറേ. അടുത്തത് സ്പിരിറ്റ്. പ്രഭാസ് നായകനാവുന്ന മലയാള സിനിമ. സ്പിരിറ്റ് സിനിമയിൽ നമ്മുടെ വിജയ് സേതുപതി ഒരു പ്രധാന വേഷത്തിലുണ്ടാവും എന്നാണ് കേൾക്കുന്നത്. അതും പോലീസ് ക്യാരക്ടറായിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമോ? നെഗറ്റീവ് ഷെയ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിജയ് സേതുപതി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വില്ലൻ വേഷം ഇനി ചെയ്യൂല. അല്ലേ, സന്ധ്യ റെഡ്ഡി വാങ്ങി വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? അല്ല, ചിലപ്പോ ചെറിയ നെഗറ്റീവിലൂടെ പോയിട്ട് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ആയിരിക്കാം. പക്കാ വില്ലൻ വേഷം ഒന്നും അല്ലാണ്ട്. എന്തായാലും സ്പിരിറ്റ് വരട്ടെ, വമ്പൻ സംഭവമായിരിക്കും. നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്, സ്പിരിറ്റിന് വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അടുത്ത കിഴി LJP നെക്സ്റ്റ് മൂവി. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ശേഷം LJP അടുത്ത സിനിമ ചെയ്യുന്നത് നമ്മുടെ ബിജു മേനോനെയും സജിൻ ഗോപുവിനെയും പ്രധാന വേഷത്തിൽ ആക്കിയിട്ടാണോ? കൊള്ളാം. അപ്പോൾ പരിപാടി വേറെ ലെവൽ പരിപാടി തന്നെയായിരിക്കും. LJP തിരിച്ചു വരട്ടെ. ഇത്രയും ദിവസം കളിക്കാതിരുന്നാലും നീ കളിച്ചു കയറൂല്ലേ? 2025 എൻ്റെതും എൻ്റെ സ്വന്തം ലാലേട്ടൻ്റെതാണ്. ആയാ മതി. അടുത്തത് സിക്കന്ദർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, കോപ്പിറൈറ്റ് ഉണ്ട്. അടിച്ചു തരും. അതുകൊണ്ടല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തെങ്കിലും പറഞ്ഞാലും അടിച്ചു തരും. അത് ഒരു പ്രശ്നമാണ്. കിട്ടിയതാണ് പലർക്കും. അതെ, ടീസർ വന്നപ്പോ നല്ല പോലെ പണി കിട്ടിയ ആൾക്കാരുണ്ട്. എന്നാലും ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്
നമ്മുടെ ഇവിടെ വർക്കാവാൻ സാധ്യതയല്ല, എന്നാൽ നോർത്തിൽ നന്നായിട്ട് വർക്കാകും എന്ന് തോന്നുന്നു. ഒരു കുറച്ച് ഈ ചെറിയ രക്ഷകൻ പുഷ്പ 2 പരിപാടി തന്നെ, പുഷ്പ 2 ലെവലില് ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ കുറച്ച് രക്ഷകൻ സ്റ്റൈലും സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കറിയാം രക്ഷകനാണ്, പക്ഷെ അത് നോർത്തിലേക്ക് അധികം ഇല്ലാത്തൊരു സംഭവമാണ്. കുറച്ച് മസാല പരിപാടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോർത്തിന് ഇതങ്ങ് ഭയങ്കര കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ്. ഇനി സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പം നമുക്ക് തോന്നിയത് AR മുരുകദാസൊക്കെ കഴിഞ്ഞോ ദൈവമേ എന്നാണ് തോന്നിയത് കേട്ടോ. അത്രയ്ക്കും അങ്ങനെയായിരുന്നു അതിന്റെ അവസ്ഥ. ഒന്നും പറയാനില്ല. എന്തായാലും സിനിമ മാർച്ച് 30 വരുന്നുണ്ട്. അന്ന് കാണാം, അന്ന് തീരുമാനിക്കാം അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത കിഴി പരാശക്തി. SK നായകനാവുന്ന സിനിമയാണ്. എന്താ അല്ല, ഒരു ആശ്വാസം മലയാളം കിട്ടാത്തോണ്ട്. പരാശക്തി സിനിമയിൽ നമ്മുടെ ബേസിൽ ജോസഫ് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിലാണ് ഇത് നടക്കുന്നത്. അതിന്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. യൂണിഫോമിലാണ്. യൂണിഫോമിലാ. കള്ളനല്ല, കള്ളന്മാർക്ക് യൂണിഫോം ഉണ്ടോ? പിന്നെന്താ, കള്ളനും യൂണിഫോം ഒക്കെ അങ്ങനത്തെ യൂണിഫോം ഇട്ട കള്ളന്മാരും ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. പോലീസിലുണ്ട്. പിന്നെയാണോ എമ്പുരാൻ 3 ആണല്ലേ? 3-2 ഇപ്പൊ 3-3 ആയിട്ടുണ്ട് കേട്ടോ. എമ്പുരാൻ സിനിമയുടെ ഒരു ചെറിയൊരു അപ്ഡേറ്റ്സ് ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവമാണ്. അർജുൻ ദാസ് ഈ സിനിമയിൽ ഇല്ല എന്നുള്ളത് കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അർജുൻ ദാസിന്റെ പേര് എവിടുന്ന കയറുന്നത് ആർക്കറിയാം. എന്തോ ഒരു മീറ്റ് ചെയ്തതോ വിളിച്ചതോ എന്തോ സംഭവമാണ്. അതങ്ങ് പിന്നെ കത്തി കയറിയതാണ്. പിന്നെ നമ്മുടെ വീക്കെൻഡ് അടിച്ച് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം തന്നെയായിരുന്നു അല്ലേ? അല്ല, നമ്മൾ കരുതിയത് ചെറിയൊരു ഇതുണ്ട്. അതായത് വീക്കെൻഡ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. വന്നപ്പോഴാണ് ഇത് വീക്കെൻഡ് ആണെന്നുള്ളത് മനസ്സിലായത്. അതായത് 58 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന്റെ ഒരു ക്യാപ്ഷൻ ഒക്കെ ഉണ്ട് ആശീർവാദിന്റെ. ഞാൻ മൊബൈലൊന്നും എടുക്കട്ടെ, അയച്ചത് കത്തിക്കാം. അല്ല പിന്നെ അടിപൊളി സാധനമാണേ. ഇപ്പം തരും. ഡോണ്ട് വറി. വാട്ട് ഈസ് കമ്മിങ് ഈസ് എ ഓൾ ഡിഫറെന്റ് ബീസ്റ്റ്. 58+ crores വേൾഡ് വൈഡ് ഗ്രോസ് ത്രൂ അഡ്വാൻസ് സെയിൽ ഫോർ L2E എംപുരാൻ in theaters from March 27th. എപ്പടി ഭീകരം 58 കോടി. അതും ആശീർവാദം ഇടുമ്പോ എന്തായാലും കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വിശ്വസിക്കാം. അല്ല, വീക്കെൻഡ് അല്ലേ? അതെ, വീക്കെൻഡും കൂടി ആയതുകൊണ്ട് അത്രയും വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നാലും അത് പൊളിച്ച്. വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞായറാഴ്ച വരെയുള്ളൂ അല്ലേ? വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച. അപ്പൊ 4 ദിവസം കളക്ഷൻ. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും സംഭവം ഇവിടെ കത്തിക്കും, തീ പാറിക്കും. തൂക്കുന്ന് പറഞ്ഞാ തൂക്കിയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത കിഴി പോന്നോട്ടെ. എന്തായാലും സമനിലയാണല്ലോ. അത് മലയാളം തൂക്കി ഞാൻ ഞെട്ടിക്കും. അടുത്ത ദിവസമായ പ്രശ്നമുണ്ടോ? മലയാളം അടുത്ത ദിവസമായ പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, പറഞ്ഞ അടുത്ത ദിവസം വന്നിട്ട് നീ ഇരുന്ന് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. തഗ് ലൈഫ് സിനിമയുടെ ഒരു ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ കമൽഹാസൻ നായകനാവുന്ന സിനിമയാണ്. മണിരത്നാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. STR ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. AR റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക്. ഫസ്റ്റ് സിംഗിൾ വരുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഏപ്രിൽ 14 വരുന്നതാണ് കേൾക്കുന്നത്. വരട്ടെ. എന്താണ് അറിയാ ലാസ്റ്റ് കഴിയാ? ഇതിനകത്ത് മലയാളം ഉണ്ടാവോ? തൂക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയിരിക്കും. ആലപ്പുഴ ജിംഖാന. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാൽ മറ്റേ സാധനല്ലേ ആ ലാസ്റ്റത്തെ ഊതി അതിനകത്ത് വന്നതാ. ആ മനസ്സുണ്ടല്ലോ, ഇതാണ് ആരും ജയിക്കാൻ വിടരുത്. ഇത് തന്നെ ഞാനും പറയാറ്, ആരും ജയിക്കാൻ വിടരുത്, അഹങ്കാരം മൊത്തം കാണ്ടി വരുമെന്ന്. ആലപ്പുഴ ജിംഖാന സിനിമയുടെ ട്രെയിലറിന്റെ ഡ്യൂറേഷൻ പുറത്തു വന്നിട്ടുണ്ട്. 2 മിനിറ്റും 26 സെക്കൻഡും. US സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് തന്നെ ഉണ്ടാവും. എമ്പുരാന്റെ കൂടെ തിയേറ്ററിൽ കളിക്കേണ്ട ട്രെയിലറുകളാണ്. ഇതുണ്ട്, ബസൂക്ക ഉണ്ട്, പിന്നെ ഏതായിരുന്നു അളിയാ? മരണമാസ്. അതെ, എല്ലാം ഏകദേശം ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ. പിന്നെ മറ്റൊരു ടീസറും ഉണ്ട്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അതിന്റെ ടീസറും എമ്പുരാന്റെ ഇതിന്റെ കൂടെ ഉണ്ടാവും.
തിയേറ്ററിൽ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തൂക്കിയിട്ടുണ്ട്, പോവാണ്. മറ്റുള്ള വിശേഷം അല്ല, പിന്നെ ഞാൻ തൂക്കുന്നു പറഞ്ഞാൽ തൂക്കും. ഇത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, എന്തോ അങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ആറ്റിറ്റ്യൂഡ് അല്ല പിന്നെ പോയിക്കോ, മതി, നിർത്തിക്കോ. നീ തോറ്റതാ, നിനക്ക് ഇത്ര ആറ്റിറ്റ്യൂഡ് മതി. ചോദിക്കോ.